പ്രിയമുള്ളവരെ, ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുമ്പോൾ LDF മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് UDFിലേക്കൊന്ന് നോക്കാറുണ്ട്. ഒരു പ്രതീക്ഷാ നിർഭരമായ നോട്ടം നോക്കാറുണ്ട്. കാരണം അവിടെ നിന്ന് ആരെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ, സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു പതിവ് മലപ്പുറം ജില്ലയിലെ LDFിനെ സംബന്ധിച്ചുമുണ്ട്. ഇപ്രാവശ്യവും അവർക്ക് ആ പ്രതീക്ഷ തെറ്റുന്നില്ല. രണ്ട് വലിയ മീനുകളെ തന്നെയാണ് കിട്ടുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും മികച്ച രണ്ട് വാഗ്മികൾ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് UDFിനെ പ്രതിനിധീകരിച്ച് പ്രതിരോധം തീർത്തിരുന്ന ഷാഫി ചാലിയവും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും LDF സ്ഥാനാർത്ഥികളായി എത്തുന്നു എന്ന വലിയ വാർത്തയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഷാഫി ചാലിയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിപ്പോൾ നോക്കി. അദ്ദേഹം 10 മണിക്കൂർ മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി വള്ളിക്കുന്നിൽ നിന്ന് മത്സരിക്കുമെന്ന റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഒപ്പം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അദ്ദേഹവും മത്സര രംഗത്തുണ്ടാകും, തിരൂരങ്ങാടിയിൽ നിന്നാണ് എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടുപേരെയും സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രതിരോധം തീർത്ത രണ്ടു നേതാക്കന്മാർ LDFിൽ എത്തുന്നു എന്നത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPMനെ സംബന്ധിച്ച് CPMൻ്റെ രാഷ്ട്രീയ ലാഭം എപ്പോഴും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കടന്നു വരുന്ന നേതാക്കന്മാരായിരുന്നു. നമുക്ക് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. TK ഹംസ ഉൾപ്പെടെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള V അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ, മറുഭാഗത്ത് KT ജലീൽ ഉൾപ്പെടുന്ന വലിയ ഒരു നിരയും, കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ മത്സരിച്ച ഹംസ ഉൾപ്പെടുന്ന വലിയൊരു നിരയും മുസ്ലിം ലീഗിൽ നിന്ന് LDFിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ LDF രാഷ്ട്രീയ ലാഭം നേടിയിട്ടുള്ളത്. മിക്കപ്പോഴും സ്വന്തം ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് CPM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുവാൻ മടിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും അബ്ദുൾ റഹ്മാൻ മണ്ടത്താണിയുടെയും ഒപ്പം ഈ ഷാഫി ചാലിയത്തിൻ്റെയും ഒക്കെ വരവോടുകൂടി ആ മണ്ഡലത്തിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 9578 വോട്ടുകൾക്ക് മാത്രമാണ് തിരൂരങ്ങാടിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത്, നിയാസ് പുളിക്കലിനെ പരാജയപ്പെടുത്തുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. വള്ളിക്കുന്നതെത്തിയാലും ഷാഫി ചാലിയം 14,116 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിലാണ്, UDF വിജയിച്ച മണ്ഡലത്തിലാണ് ഭാഗ്യപരീക്ഷണം തേടുവാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളല്ല ഇത് രണ്ടും എന്ന ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ഒരു മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് മലപ്പുറം ജില്ലയിലുണ്ട്. 36 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 36 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDF നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ എടുത്താൽ ഏകദേശം 94ഓളം ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളും, ആകെ 97 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ 3-4 പഞ്ചായത്തുകൾ മാത്രമാണ് LDFിനുള്ളത്. അത്രമേൽ വലിയൊരു അപ്രമാദിത്യ വിജയം നേടിയ ആ ജില്ലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. LDFിൽ ഈ നേതാക്കന്മാർ എത്തിയാൽ എന്ന കാര്യത്തിലും ചില സംശയങ്ങളുണ്ട്. ചില വോട്ടുകളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം എന്നതിനപ്പുറം എന്തെങ്കിലും മാറ്റങ്ങൾ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഷാഫി ചാലിയും ഒപ്പം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും ഒക്കെ ക്ഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ പ്രകോപനമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ സംബന്ധിച്ച് അദ്ദേഹം 2 പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്, 2 പ്രാവശ്യം പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ 4 പ്രാവശ്യം പാർട്ടി അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. 2006 അദ്ദേഹം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബും MK മുനീറും ET മുഹമ്മദ് ബഷീറും ഉൾപ്പെടുന്ന വലിയ നേതൃത്വം പരാജയപ്പെടുന്ന അവസരത്തിൽ താനൂരിൽ നിന്ന് മത്സരിച്ചു വിജയിച്ച ഒരു ചരിത്രമുണ്ട് 2006 അബ്ദുൾ റഹ്മാന്. അതുപോലെ 2011 അദ്ദേഹം ആ വിജയം ആവർത്തിക്കുന്നുണ്ട്. ഈ ജയനെ 9433 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ 2016 അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി താനൂരിൽ പരാജയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന, നേരത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന നിലവിലുള്ള മന്ത്രി അബ്ദുൾ റഹ്മാനോട് അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് 4918 വോട്ടുകൾക്ക്.
അതിനുശേഷം അദ്ദേഹത്തെ 2021 പുനലൂരിലേക്ക് പാർട്ടി അയക്കുന്നുണ്ട്. അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങുന്നുണ്ട്. 2021 താനൂരിൽ മത്സരിക്കുവാനെത്തിയ PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ചെറിയൊരു മാർജിനാണ് 865 വോട്ടുകൾക്കാണ് അബ്ദുൾ റഹ്മാനോട് പരാജയപ്പെടുന്നതെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി കാഴ്ചവെച്ചതിനേക്കാളും മികച്ച പ്രകടനം കോഴിക്കോട് ജില്ലയിൽ നിന്നെത്തിയ PK ഫിറോസ് താനൂരിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് PK ഫിറോസിനെയൊക്കെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ഒരു മികച്ച പ്രകടനം താനൂരിൽ കാഴ്ചവെക്കുവാൻ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് സീറ്റ് കൊടുക്കാത്തത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ ഉണ്ട്. താനൂരിൽ എന്തായാലും ഇപ്പോൾ PK നവാസാണ് മത്സരിക്കുന്നത്. MSFൻ്റെ നേതാവ് അദ്ദേഹമാണ് UDFനെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മന്ത്രി V അബ്ദുൾ റഹ്മാൻ അവരുടെ ഒരു വിജയ സാധ്യത കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലം മാറുന്നു, ഇപ്പോൾ തിരൂരിലേക്ക് മത്സരിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ താനൂരിൽ ഒരിക്കൽ കൂടി മത്സരിക്കുവാൻ UDF വിട്ട് ഇപ്പോൾ LDFിലേക്ക് ചേക്കേറുന്ന അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് താല്പര്യമില്ല. ഒരു പക്ഷേ PK നവാസിനോട് ഏറ്റുമുട്ടിയാൽ പരാജയപ്പെടും എന്നൊരു സാധ്യതയായിരിക്കാം. കാരണം അദ്ദേഹം യുവജന വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ വലിയ നിലവാരം ചർച്ചയിലും സംസാരത്തിലും ഒക്കെ വെച്ച് പുലർത്തുന്ന വീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ പടപരുതിയാൽ ഒരു പക്ഷേ പഴയ ഒരു പടക്കുതിരയായിരുന്ന അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി പരാജയപ്പെടുമോ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ LDFിൽ എത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഇപ്പോൾ തിരൂരങ്ങാടിയിൽ ആണ് എന്ന രീതിയിലാണ് വാർത്തകളൊക്കെയും പുറത്തു വരുന്നത്. തിരൂരങ്ങാടിയിൽ PMA സമീറാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ അപരിചിതനാണ് എന്ന രീതിയിലുള്ള ചില സംസാരങ്ങളുണ്ടാകുന്നു. അത് മുതലാക്കി മുസ്ലിം ലീഗിൻ്റെ കുറച്ച് വോട്ടുകളുമൊക്കെ സമാഹരിച്ച് വിജയിക്കാമെന്നാണ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. പ്രത്യേകിച്ചും പാർട്ടി വിട്ടുപോയ ഒരാൾ എന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ചും KMCC പോലെയുള്ള വലിയ സംഘടനാ പശ്ചാത്തലമുള്ള ഒരു സംഘടനയാണിത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗൾഫിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വിമാനങ്ങൾ ഒക്കെ വരുവാൻ ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ KMCC ഇവിടെ എത്രത്തോളം പ്രവർത്തകർ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എത്തും എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് എങ്കിൽ പോലും KMCCയുടെ ഒക്കെ ഒരു നിലപാടുകൾ അവിടെ നിന്ന് വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രവർത്തകരൊക്കെയും UDFൻ്റെ ഒരു വിജയത്തെ സ്വാധീനിക്കാറുള്ള ഘടകങ്ങളാണ്. എങ്കിൽ പോലും അതൊന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് ഒരു ഭാഗ്യപരീക്ഷ നടത്തുവാൻ കഴിയുമെന്നതിനപ്പുറം തിരൂരങ്ങാടിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഷാഫി ചാലിയു അദ്ദേഹവും ഇപ്പോൾ വള്ളിക്കുന്നത്ത് മത്സരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നെങ്കിലും 14,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ UDF വിജയിച്ചതെങ്കിൽ പോലും ഷാഫി ചാലിയത്തിനെതിരെയും അവിടെ ഒരു വികാരമുണ്ടാകും. ആ സീറ്റുകൾ UDF നിലനിർത്തുവാൻ തന്നെയാണ് സാധ്യത എന്ന ഒരു വിശകലനം തന്നെയാണ് എനിക്കുള്ളത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.